2012 ഡിസംബർ 31 ആരംഭിച്ച് ഇന്നും മണ്ണിന് വേണ്ടി പോരാടുന്ന മനുഷ്യരുടെ കഥയാണ് അരിപ്പ ഭൂസമരത്തിന് പറയാനുള്ളത്. കേരള വിഷൻ പരമ്പര ഭൂമി തേടുന്ന ജീവിതങ്ങൾ. മണ്ണിനു വേണ്ടി പോരാടി മണ്ണിൽ ചേർന്ന പിതൃക്കളുടെ ചുടലപ്പറമ്പുണ്ട് സമീപം. അവിടേക്ക് തങ്ങളും എത്തുന്നതിന് മുൻപ് സ്വന്തമായൊരു കിടപ്പാടം. അരിപ്പ സമരഭൂമിയിലെ പോരാട്ടത്തിൽ കുട്ടികളുമുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത ജീവിതത്തിൽ വിദ്യാഭ്യാസം നേടാൻ അവർ പരിശ്രമിക്കുന്നു. അക്ഷരങ്ങൾ നാളെ തങ്ങൾക്ക് വെളിച്ചമാകുമെന്ന പ്രതീക്ഷയിൽ. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. കവി പി മധുസൂദനന്റെ മണ്ണിന്റെ കിനാബുകൾ വായിക്കുകയാണ് 5ാം ക്ലാസ്സുകാരി അരുന്ധതി. ഇരുട്ടു നിറഞ്ഞ ജീവിതത്തിന് വെളിച്ചം പകരാൻ അറിവിന് കഴിയുമെന്ന പ്രതീക്ഷയിൽ. വെട്ടമില്ലാത്തതുകൊണ്ട് പഠിക്കാൻ പാടാം. ഞാൻ ഈ ചിങ്ങിന് വിളക്ക് കത്തിച്ച് വെച്ചാണ് പഠിക്കുന്നത്. ചില ദിവസം അതും കാണത്തില്ല. അത് ഇതുപോലെ സന്ധ്യയായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വെട്ടമില്ല. വെട്ടമെന്ന് പറഞ്ഞാൽ ഡീസൽ വാങ്ങിച്ച് വെച്ചാണ് കത്തിക്കുന്നത്. 50 രൂപയുടെ ഡീസൽ വാങ്ങിച്ചാൽ 2 വിളക്കിൽ ഊറ്റാൻ കിട്ടും. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഒരു നിവൃത്തിയില്ല. എന്ന് പറഞ്ഞാൽ ഈ ഡീസലിൻ്റെ പുക ഭയങ്കരമാണ്. കുഞ്ഞുങ്ങൾക്ക് ശ്വാസം മുട്ടലും ഇതുപോലെ തന്നെ അസുഖങ്ങളാണ് ഇതിൻ്റെ വെട്ടത്തിരുന്ന് പഠിച്ചിട്ട് തന്നെ. വൈകിട്ടാണ് ഇനി ഞങ്ങൾ ഈ ഡീസൽ വെട്ടത്തിലിരുന്ന് വേണം ഈ ഇറുക്കിൽ ചെയ്യുകയാണ്. നമ്മൾ അരി വാങ്ങിക്കാനും വീട്ടിൽ സാധനം വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെയാണ് ഇവിടെ കഴിയുന്നത്. ആൾക്കൂടെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ മേലാത്തൊരവസ്ഥയാണ്. പിന്നെ നമ്മളങ്ങ് ജീവിച്ച് പോവുകയാണെങ്കിലും. അരിപ്പ സമരഭൂമിയിലെ ജനങ്ങളുടെ ചുറ്റുപാടും അവരുടെ ജീവിതം പോലെ കഷ്ടതയേറിയതാണ്. സമരഭൂമി ആയതുകൊണ്ട് തന്നെ സർക്കാർ ഒരുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇവിടെ ലഭ്യമാക്കിയിട്ടില്ല. കറണ്ടോ കുടിവെള്ളമോ ഇല്ല. ഒരുപാട് കൊച്ചു കുഞ്ഞുങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ട്. രാത്രിയായാലും അവർക്ക് വെട്ടമില്ല. ഇരുട്ടത്താണ് എല്ലാവരും കഴിയുന്നത്. ഈ ഷീറ്റിനടിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അസുഖങ്ങൾ വന്ന് തലയൊക്കെ വിയർത്ത് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ. സമരഭൂമിയിൽ നിന്ന് സ്കൂളിലോ കോളേജിലേക്കോ പോകാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് കുട്ടികൾ പലരും മറ്റ് ബന്ധുവീടുകളിലാണ്. അതിനും വഴിയില്ലാത്തവർ പഠിത്തം പാതി വഴിയിൽ നിർത്തി. സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന കുട്ടികൾ ഇനിയുമുണ്ട് ഈ സമരഭൂമിയിൽ. ജീവിതത്തിൽ നിറമുള്ള വർണ്ണങ്ങൾ സ്വപ്നം കണ്ടു തുടങ്ങുന്ന പ്രായത്തിൽ എത്തിയിട്ടില്ല ഇവർ. നിഷ്കളങ്കത തുളുമ്പുന്ന ബാല്യം കഴിഞ്ഞ് ജീവിതം എന്തെന്നറിയുന്ന ഘട്ടത്തിലേക്ക് ഇവർ എത്തുന്നതിന് മുൻപ് സുരക്ഷിതത്വമുള്ളൊരു ജീവിത സാഹചര്യം ഈ കുടുംബങ്ങൾക്ക് ഒരുക്കേണ്ട ഉത്തരവാദിത്തം ഭരണകൂടത്തിനുണ്ട്. അരിപ്പ സമരഭൂമിയിൽ നിന്നും ക്യാമറമാൻ ഷാൻ ജയസിനും അജ്മലിനുമൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്. മണ്ണിനു വേണ്ടി പോരാടി മണ്ണിൽ ചേർന്ന പിതൃക്കളുടെ ചുടലപ്പറമ്പുണ്ട് സമീപം. അവിടേക്ക് തങ്ങളും എത്തുന്നതിന് മുൻപ് സ്വന്തമായൊരു കിടപ്പാടം.